കാങ്കോല ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. എൻ്റെ കൂടെയുള്ളത് സുനിലേട്ടനാണ്. സുനിലേട്ടനെ ഒരു പ്രത്യേക ആമുഖത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ നാട്ടുകാർക്ക്. പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാറാണ് എനിക്കൊപ്പം ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു 5 വർഷത്തെ ജൈത്രയാത്ര എങ്ങനെയായിരുന്നു എന്നാണ് ആദ്യം അറിയേണ്ടത്. എന്തൊക്കെ തടസ്സങ്ങളുണ്ടായിരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി? 5 വർഷക്കാലം നമ്മുടെ നാടിൻ്റെ പൊതുവായിട്ടുള്ള വികസനത്തിനകത്ത് എല്ലാ മേഖലയിലും ഇടപെടാൻ വേണ്ടി പറ്റി എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള വിശ്വാസം. ഒരുപക്ഷെ ഈ കേരളത്തിനകത്തെ തുടർഭരണം, ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ തുടർഭരണമാണ് ഈ ഒരു നേട്ടം കൈവരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായിട്ടുള്ളത്. അത് മറ്റൊന്നും കൊണ്ടല്ല, കാരണം എല്ലാ പഞ്ചായത്തിനകത്തും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് മാത്രമാണ് സാധാരണ ഫണ്ട് അലോട്ട്മെൻറ്റ് ചെയ്യുക. പക്ഷേ ഈ 5 വർഷക്കാലവും ഓരോ വർഷവും പദ്ധതി വിഹിതത്തിനകത്ത് നമ്മുടെ ബഡ്ജറ്റിൽ പറയുന്ന കാശ് കൃത്യമായിട്ട് പഞ്ചായത്തിൽ തരാൻ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ കേരള സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയൊരു ആവേശം എന്ന് പറയുന്നത്. അതെ, അപ്പോൾ കരുവള്ളൂരിനും കയ്യൂരിനും ഒക്കെ അടുത്ത പ്രദേശമാണ്. ആലപ്പടമ്പ് സമരസേനാനികളുടെ നാടാണ്. ഇവിടെ ഒരു വിജയപ്രതീക്ഷ എത്രയാണെന്ന് ചോദിക്കുന്നത് തന്നെ അബദ്ധമായിരിക്കും. എന്നാൽ പോലും എത്രത്തോളമാണ് ഇത്തവണത്തെ ഒരു പ്രതീക്ഷ? പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു വാക്കിനെ അർത്ഥമില്ല. ഒന്നാമത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം, ഈ പ്രദേശം എന്ന് പറയുന്നത് കുണ്ടിത്തടിൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ഒരുപക്ഷെ ആലപ്പടമ്പ് മുനയംകുന്ന് സമരസേനാനികളായിട്ടുള്ള രക്തസാക്ഷിത്വം വരിച്ചിട്ടുള്ള ആളുകൾക്ക് ജന്മം കൊടുത്തിട്ടുള്ള മണ്ണാണ് ആലപ്പടമ്പ്. ഇത് ഇവിടെ തൊട്ടടുത്താണ് ഈ പറയുന്ന പ്രദേശം. അതുകൊണ്ട് അതിനകത്ത് വേറെ ഒരു തർക്കവും ഞങ്ങൾക്ക് സമയത്തോളില്ല. ഇപ്പം നേരത്തെ 14 വാർഡാണ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ 15 വാർഡുണ്ട്. ഏകദേശം ഞങ്ങളുടെ കണക്കനുസരിച്ച് കൊണ്ട് തന്നെ ചില വാർഡിനകത്ത് കെട്ടിവെച്ച കാശ് പോലും മറ്റ് സ്ഥാനാർത്ഥികൾക്ക് കിട്ടില്ല. എല്ലാം ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ്. 15 വാർഡിനകത്തും നല്ല ഭൂരിപക്ഷത്തിൽ, ഒരുപക്ഷെ ചരിത്രപരമായിട്ടുള്ള ഭൂരിപക്ഷത്തിനകത്ത് ഇപ്രാവശ്യം അധികാരത്തിൽ വരും. ഈ സ്ഥാനാർത്ഥികളെല്ലാം നമ്മൾ നിർത്തിയത് നാട്ടിനകത്ത് ഇന്നലെ വരെ നാട്ടിലെ ജനങ്ങളുടെ കൂടെ നടന്നിട്ടുള്ളവരാണ് ഞങ്ങളുടെ എല്ലാ സ്ഥാനാർത്ഥികളും. 15 സ്ഥാനാർത്ഥികളും വ്യത്യസ്ത മേഖല നാട്ടുകാരുടെ കൂടെ നിന്നവരാണ്. പക്ഷെ അവരെല്ലാവരുടെയും പിന്നെ നാട്ടുകാർക്ക് പിന്നെ മറ്റൊരു ചിന്ത പോലും അവരുടെ മനസ്സിനകത്ത് ഉണ്ടാവില്ല. ഈ നാട്ടിനെ കുറിച്ച് പറയുമ്പോൾ കമ്മ്യൂണിസത്തിന് ഇത്രയേറെ വേരോട്ടമുള്ള ഈ നാട്ടിൽ ഇപ്പം നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ചിട്ടയായ പ്രവർത്തനം ഉണ്ടാവാറുണ്ട് എല്ലാ കാര്യത്തിലും. അപ്പോൾ ഈ എങ്ങനെയായിരുന്നു ഇപ്പോൾ വീടുകൾ കയറി ഈ കൊട്ടിക്കലാശത്തിലേക്ക് എത്തി നിൽക്കുന്നു ആ ഒരു ആളുകളെ കണ്ടപ്പോൾ? കാരണം അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവരുടെ എന്തൊക്കെ ആവശ്യങ്ങളാണ് നമ്മൾ മുന്നിലേക്ക് വെക്കുന്നത് എന്നൊക്കെ ചോദിച്ചെന്തായിരിക്കും പറയാനുള്ളത്? അത് ഇപ്പം ചോദിച്ചതുപോലെ നമ്മൾ ഈ നാടിൻ്റെ ഒരു ചരിത്രം, ഒരു പാരമ്പര്യമുണ്ട്. ആ ചരിത്രം എന്ന് പറയുന്നത് വളരെ വളരെ കഷ്ടപ്പെട്ട് യാതന അനുഭവിച്ചിട്ട് ഉള്ള ഒരു നാടായിരുന്നു നമ്മുടെ ആലപ്പടമ്പ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ജന്മിത്വവും നാടുവാഴിത്വവും ഏറ്റവും കൂടുതൽ കൊടികുത്തി വാണിട്ടുള്ള ഒരു നാടാണ് നമ്മുടെ നാട്. അന്ന് ജന്മിത്വത്തിനെതിരായിട്ടുള്ള സമരം നടത്തിയിട്ടുള്ളത് ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ എം കുഞ്ഞികൃഷ്ണൻ നമ്പീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അന്നത്തെ പാർട്ടിയുടെ നേതാക്കന്മാർ നടത്തിയുള്ള സമരമാണ് ഈ നാട് ഇന്നത്തെ ഒരു നാടാക്കി മാറ്റിയത്. സ്വാഭാവികമായിട്ട് 42ഓളം വരുന്ന വീട് ആ കാലഘട്ടത്തിൽ MSP കാർ അഗ്നിക്കിരയാക്കി വീട്ടുകാരെ അടിച്ചോടിച്ച് ആ വീട് കത്തിച്ച് ചാമ്പലാക്കിയിട്ടുള്ള നാടാണ് ആലപ്പടമ്പ് എന്ന് പറയുന്നത്. ആ ഒരു സമര പാരമ്പര്യമുള്ള നാട്ടിനകത്ത് ഈ ചെങ്കൊടിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലല്ലാതെ മറ്റൊരു ചിന്ത പോലും വർത്തമാന കാലഘട്ടത്തിൽ പോലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റെടുക്കാൻ വേണ്ടി പറ്റൂല. കാരണം അത് അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. എന്ത് വിഷയം പറഞ്ഞാലും അവർ അരിവാൾ ചുറ്റിക നക്ഷത്രം കാണുന്ന സമയത്ത് ആ കത്തിക്കല്ലാതെ ഉണ്ട് മറിച്ചൊന്ന് ചിന്തിക്കാൻ പോലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് പറ്റില്ല എന്ന നല്ല ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഈ പറഞ്ഞതുപോലെ അരിവാൾ ചുറ്റിക നക്ഷത്രം കാണുമ്പോൾ അതിനെ അല്ലാണ്ട് കുത്താനുള്ള ഒരു മനസ്സ് നാട്ടുകാർക്ക് ഇല്ല എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു ക്ഷേമം അത്രത്തോളം നിവർത്തിച്ചു കൊടുക്കാനും ഈ 5 വർഷം കൊണ്ട് അല്ലെങ്കിൽ മുന്നേ ഒക്കെ പറ്റിയിട്ടുണ്ട് തന്നെയാണോ വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ 957 നമ്മുടെ പഞ്ചായത്ത് രൂപീകൃതമാകുന്നത്. അന്നത്തെ ആദ്യത്തെ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരുന്നത് 957. അത് കഴിഞ്ഞ് ഒരു 2 വർഷം കഴിയുമ്പോഴാണ് നമ്മുടെ MPM കുഞ്ഞികൃഷ്ണൻ നമ്പീശൻ ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. കുഞ്ഞികൃഷ്ണൻ നമ്പീശൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ആദ്യത്തെ ഏറ്റവും നല്ല പഞ്ചായത്തിനുള്ള ദേശീയ അവാർഡ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൽ നിന്നാണ് 959 ഈ പഞ്ചായത്തിനകത്ത് കൊണ്ടുവരുന്നത്. ആടം തൊട്ട് ഇങ്ങോട്ടുള്ള ഓരോ ഘട്ടങ്ങളിലും സ്വരാജ് ട്രോഫി ഉൾപ്പെടെ ഈ പഞ്ചായത്തിന് തേടി എത്തിയിട്ടുണ്ട്. വിവിധങ്ങളായിട്ടുള്ള അവാർഡ് ഇപ്പോൾ ഈ 5 വർഷക്കാലം ശരിക്കും പറഞ്ഞാൽ ജൈവവൈവിധ്യ ബോർഡിൻ്റെ സംസ്ഥാനത്തിലുള്ള ഏറ്റവും നല്ല പഞ്ചായത്തിൻ്റെ അവാർഡ് കിട്ടി. അതുപോലെ കായകൽപ്പ പുരസ്കാരം നമുക്കിതിൻ്റെ ഭാഗമായിട്ട് കിട്ടി. തൊഴിലുറപ്പ് മേഖലയിൽ മഹാത്മാ പുരസ്കാരം കിട്ടി. അതുപോലെ തന്നെ കുടുംബശ്രീ എന്നറിയപ്പെടുന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളവർക്ക് ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല നമ്പർ 1 കുടുംബശ്രീയും അതുപോലെ നമ്പർ 1 CDSും ആയിട്ടുള്ള അവാർഡ് നമ്മൾ കിട്ടി. കാരണം വെച്ചാൽ എല്ലാ മേഖലയിലും ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അംഗീകാരം കിട്ടുന്നത്. അംഗീകാരം വെറുതെ കിട്ടുന്നില്ല. ദേശീയ തലത്തിൽ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് BJP-കാരാണെങ്കിൽ BJP-കാരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ അംഗീകാരം കൂടി ഈ CPM ഭരിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനം ഭരിക്കുന്ന പഞ്ചായത്തിന് കിട്ടുക എന്ന് പറഞ്ഞാൽ ആ ഒരു നേട്ടത്തിന്റെ ഭാഗമായിട്ടല്ലോ. മറ്റു നമ്മുടെ സ്നേഹം തോന്നിയിട്ട് തരുന്ന ഒരു കാര്യമല്ല. അത് കൃത്യമായിട്ട് നമ്മുടെ പഞ്ചായത്തിനകത്ത് നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി ജനങ്ങളെ കൂട്ടി യോജിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്.
ഈ പഞ്ചായത്ത് 957 മുതൽ ഇപ്പോൾ ഞാൻ ഈ ലാസ്റ്റ് വരുന്ന ഈ പഞ്ചായത്ത് ഭരണസമിതിയിലെ 12ഓളം വരുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാർ അവിടെ നേതൃത്വത്തിലുള്ള ഭരണമാണ് കാഴ്ചവെച്ചത്. സ്വാഭാവികമായിട്ട് ഈ നാട്ടിനകത്ത് എന്ത് വികസനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കൈകളിലാണ്. നാട്ടുകാർക്ക് ചിലപ്പോൾ നമ്മുടെ നാട്ടിനകത്ത് ഇതുകൊണ്ട് ഒരു വിമർശനവും ഇല്ല, ഒന്നുമില്ല, അഭിപ്രായമൊന്നുമില്ല. ചിലപ്പോൾ വിമർശനങ്ങളുണ്ടാവും. ആ വിമർശനങ്ങൾ അവർ അർഹതപ്പെട്ട വിമർശനമാണ്. അത് ചിലപ്പോൾ പരിഹരിക്കേണ്ട പ്രശ്നമാണ്, നമ്മൾ പരിഹരിക്കും. ഒറ്റയടിക്ക് ഇതെല്ലാം പരിഹരിച്ച് പോകാനും പറ്റൂല. ഇല്ല. അപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മൾ പറയാറില്ലേ, ഒരു ഭരണ തുടർച്ചയുണ്ടാവുന്നിടത്ത് ചിലപ്പോഴൊക്കെ വികസന കാര്യങ്ങൾ പിറകിലോട്ട് പോകാറുണ്ട്. കാരണം മാറി മാറി വരുമ്പോൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അങ്ങനെ ഇല്ലാതെ, അങ്ങനെയുള്ള വലിയ ആക്ഷേപങ്ങൾക്ക് വഴിവെക്കാതെ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകാൻ പറ്റുന്നത്? അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ കേരളത്തിനകത്ത് ഇപ്പം വന്നിട്ടുള്ള തുടർ ഭരണം എന്നത്. 2016 മുമ്പേ ഈ കേരളം എങ്ങനെയായിരുന്നു നമ്മളെല്ലാം കണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകം പോലും കിട്ടാതെ, ഓണപരീക്ഷ സമയത്ത് പാഠപുസ്തകം കിട്ടാതെ അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, ഇപ്രാവശ്യം ഓണം നേരത്തെ വന്നു, അതുകൊണ്ടാണ് പാഠപുസ്തകം പറഞ്ഞിട്ടില്ല, കൊടുക്കാൻ പറ്റാതിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു 16-ന് ശേഷം 2 ടേമായിട്ട് കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ തുടർ ഭരണത്തിനെ കൊണ്ട് നേട്ടമാണോ കോട്ടമാണോ എന്ന് ചോദിച്ചാൽ നേട്ടമാണെന്ന് കേരളത്തിലെ ഒരുപക്ഷെ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സർക്കാരിനെ എതിർക്കുന്ന ആളുകൾ പോലും പറയും. നമ്മുടെ യൂത്തിനോട്, അതാണല്ലോ നമ്മുടെ പുതിയ ചെറുപ്പക്കാരോട് ചോദിച്ചാൽ പോലും കേരളത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനം ഈ തുടർ ഭരണത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ആ ഒരു തുടർ ഭരണം എന്ന് പറയുന്നത് പഞ്ചായത്തിനകത്തും ഉണ്ടായാൽ ഒരു നല്ല രീതിയിൽ നമുക്ക് പഞ്ചായത്തിന് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഒരു ഭരണസമിതി തുടർച്ചയാണ് മറ്റൊരു ഭരണസമിതി. ഞങ്ങളിപ്പോൾ കുറേ പദ്ധതി ഇപ്പോൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പം പാസ്സാക്കി വെച്ചു. തൊട്ടടുത്ത ഭരണസമിതി വേറൊരു ഭരണസമിതി ആയിരുന്നു പറ്റൂല എന്ന് പറഞ്ഞാൽ വികസനം മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് വികസനത്തിന്റെ കാഴ്ചപ്പാടിൽ നമ്മളെല്ലാവരും ചേർത്ത് പിടിക്കാൻ ആവശ്യമായിട്ട് നിലപാട് തന്നെ സ്വീകരിച്ച് ആ തുടർ ഭരണം കിട്ടിയത് കൊണ്ടാണ് നമ്മുടെ പഞ്ചായത്ത് ഇന്നലെ വരെ ഉണ്ടായതിന്റെ മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. തീർച്ചയായും. ഇപ്പൊ 1-ാം ഘട്ടവും 2-ാം ഘട്ടവും ഒക്കെ ആളുകളെ കണ്ടു കഴിഞ്ഞു, പറഞ്ഞതുപോലെ കൊട്ടിക്കലാശത്തിലേക്ക് എത്തി. അപ്പോൾ നേരിട്ട് ആളുകളെ കണ്ടപ്പോഴും പുതിയ ആവശ്യങ്ങൾ എന്തെങ്കിലും മുന്നോട്ട് വെച്ചോ? അത് ഉണ്ട്. കാരണം വെച്ചാൽ പല ആളുകൾക്കും പല അഭിപ്രായമാണല്ലോ. നമ്മളിപ്പോൾ ജനങ്ങളെ അതിന് കുറ്റപ്പെടുത്തി. കാരണം ഞാൻ എന്തെങ്കിലും ഒരു ആനുകൂല്യത്തിന് അർഹനാണ് എന്ന് ഞാൻ പറയുന്നത് തെറ്റില്ല, അത് അവരുടെ അവകാശമാണ്. പക്ഷേ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ടേ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഈ കഴിഞ്ഞ 2 ടേമിൽ വന്നപ്പോൾ സംസ്ഥാന സർക്കാർ ആദ്യം പരിഗണന കൊടുത്ത എന്താ, കയറി കിടക്കാൻ നല്ലൊരു വീട്, ലൈഫ് ഭവന പദ്ധതി. ഞങ്ങളുടെ പഞ്ചായത്തിനകത്ത് 210ഓളം വരുന്ന ലൈഫിൻ്റെ ഗുണഭോക്താക്കളുണ്ടായി. പക്ഷേ അവർക്കെല്ലാം നമ്മൾ വീട് കൊടുത്തു. ഈ 5 കൊല്ലക്കാലം കൊണ്ട് തന്നെ 2017-18 അപേക്ഷ വിളിച്ചത്. ഈ 5 കൊല്ലക്കാലം കൊണ്ട് നമ്മൾ അവർക്കെല്ലാം വീട് കൊടുത്ത് അവരെല്ലാം ആ സുഖസുന്ദരമായ ആ വീട്ടിനകത്ത് കയറി കിടക്കുന്നത്. പക്ഷേ ചില ആളുടെ അഭിപ്രായം ഇപ്പോൾ ഉണ്ട്, കാരണം ഞങ്ങൾക്കും കിട്ടേണ്ടതല്ലേ. അത് അവരെ തെറ്റുപറ്റുകയല്ല, കാരണം അവരുടെ അവകാശമാണത്. കാരണം ഒരു കൂട്ടുകുടുംബമായി നിൽക്കുന്ന ഒരാൾ, അച്ഛനുണ്ട്, 2 മക്കളുണ്ട്, മക്കൾ 2 കല്യാണം കഴിച്ചു, സ്വാഭാവികമായിട്ട് അവർക്ക് വേറെ വീട് വേണം. പക്ഷേ ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുണ്ട്, ഇനി 3-ാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അവർക്ക് കൂടി വീട് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നമ്മൾ നടത്തും. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് പുതിയ പുതിയ ആവശ്യങ്ങളുണ്ടാവും. അതെല്ലാം അംഗീകരിച്ചു കൊടുക്കുക, അവരുടെ കൂടെ നിൽക്കുക, പരിഹരിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ പരിഹരിച്ചു പോവുക. ഇതാണല്ലോ ഒരു ഭരണകർത്താവിൻ്റെ ഏറ്റവും വലിയ ചുമതല എന്നുള്ളത്. അത് പരമാവധി ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസമാണ് നമുക്കുള്ളത്. തീർച്ചയായും. ജനങ്ങൾക്കിടയിൽ നിന്ന് അവരിൽ ഒരാളായി നിന്ന് ഇനിയും ഈ പഞ്ചായത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് തന്നെ ഇപ്പോൾ ആശംസിക്കുകയാണ്. നല്ലൊരു മത്സരമാണ് ഇത്തവണ ഉള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതെ, മത്സരം എന്ന് പറഞ്ഞാൽ ഒരു ഏകപക്ഷീയമായിട്ടുള്ള മത്സരമല്ലോ, ജനാധിപത്യമാണ്. സ്വാഭാവികമായിട്ടും ആർക്കും മത്സരിക്കാം. ഈ വാർഡിനകത്ത് സ്ഥാനാർത്ഥിയായി നിൽക്കാൻ പറ്റുന്നവർക്ക് സ്ഥാനാർത്ഥിയായി നിൽക്കാൻ മത്സരിക്കാം, അതിനകത്ത് തെറ്റില്ല, ജനാധിപത്യമാണ്. പക്ഷെ നമ്മളെ പഞ്ചായത്തിനെ സംബന്ധിച്ചോളം നമ്മൾ പറഞ്ഞില്ലേ, ഇപ്രാവശ്യം എല്ലാ വാർഡിനകത്തും എതിരാളികളുണ്ട്, എതിരായിട്ട് മത്സരിക്കുന്നു. അത് അവരുടെ അവകാശമാണ്, അവർ മത്സരിച്ചോട്ടെ. പക്ഷെ അവർ കൂടി പറയുന്ന ഒരു കാര്യമുണ്ട്, സത്യസന്ധമായിട്ടുള്ള വാർത്തകളാണ് എതിരാളികളോട് പറയുന്നത്. അതുകൊണ്ട് മത്സരരംഗത്തെ ആരെയും പിന്മാറ്റാവുന്നല്ല, അവർ മത്സരിക്കട്ടെ. പക്ഷെ ജനങ്ങളൊന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ എന്നും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കൂടെ നിൽക്കുന്നവരാണ് കാങ്കോൽ പഞ്ചായത്തിലെ ജനങ്ങൾ. അവരുടെ ഏത് സുഖത്തിലും ദുഃഖത്തിലും അവരുടെ കൂടെ നിൽക്കും. കാരണം മറ്റിലിപ്പോൾ UDF ആയാലും BJP ആയാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ 11 കഴിഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. പക്ഷെ നമ്മുടെ ഉത്തരവാദിത്തം 11-ന് ശേഷം വീടുകൾ വർദ്ധിക്കരുത്. കാരണം ജനങ്ങളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം കൂടുതൽ നടക്കുമ്പോൾ അവർ നമുക്ക് നാളെയും കാണേണ്ടവരാണ് ജനങ്ങൾ. അവരുടെ കൂടെ കണ്ടവർ അവരെല്ലാ വിഷയത്തിനും. അതിപ്പോൾ UDF-കാരൻ്റെ വീട്ടിലായാലും BJP-കാരൻ്റെ വീട്ടിലായാലും എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ഇന്നവരെ ഈ നാട്ടിനകത്ത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്തെങ്കിലും വിഷയം പറഞ്ഞ് അവസാനിപ്പിച്ചതിൻ്റെ കാരണം ഞങ്ങൾക്കില്ല. അതെല്ലാം ഇടതുപക്ഷ പ്രസ്ഥാനത്തിനാണ്, പ്രത്യേകിച്ച് CPM-ൻ്റെ ആളുകളാണ്. അവരെല്ലാം നാളെയും വേണ്ടുന്ന ബോധ്യം ജനങ്ങൾക്കുണ്ട്. അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നടക്കും. അധികാരത്തിലേക്ക് ഇടതുപക്ഷ നല്ല ഭൂരിപക്ഷം 15 വാർഡിനകത്ത് ഈ പറഞ്ഞതുപോലെ അവരുടെ സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കാൻ കഴിയുന്ന ജയിച്ചു വരട്ടെ എന്ന് ഇപ്പോൾ ആശംസിക്കുന്നത് ശരിയാണോ എന്നറിയില്ല. പക്ഷേ ഈ കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ചരിത്രം അറിയുന്നത് കൊണ്ട് അതിൽ തെറ്റില്ല. അപ്പോൾ എല്ലാ വിജയാശംസകളും. നന്ദി.